എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മലയാളം സെക്ഷനിലാണ്. 1987 ഈ ധ്യാനകേന്ദ്രം ആരംഭിക്കുന്നത്. നമുക്കറിയാം, കോട്ടയിലായിരുന്നു 1977 വിൻസെൻഷൻ കോൺഗ്രേഷൻ്റെ ആത്മീയ നവീകരണത്തിന് ഉതകുന്ന ധ്യാനങ്ങളുടെ ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് കോട്ടയിൽ ഒരു കേന്ദ്രം ആരംഭിച്ചത്. പിന്നെ അതിനുശേഷം മുരിങ്ങൂരിൽ ചാലക്കുടിയാറിൻ്റെ തീരത്താണ് ഈ ഡിവൈൻ ധ്യാനകേന്ദ്രം 1987 ആരംഭിച്ചത്. കേരളത്തിലെ അറിയപ്പെടുന്ന കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് ഈ ധ്യാനകേന്ദ്രം മാറി. അങ്ങനെ ക്രമേണ ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമായി മാറിയ ഈ ധ്യാനകേന്ദ്രം ഇന്ന് സമൂഹത്തിലേക്ക് കൂടുതൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വരുന്ന തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈൻ ധ്യാനകേന്ദ്രം തന്നെ പണിത് കൊടുത്തിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് അവരുടെ സ്ഥലത്തിൻ്റെയും മറ്റു രേഖകൾ കൈമാറുന്നതിനും ഈ ധ്യാനകേന്ദ്രങ്ങളുടെ എല്ലാം ഒരു ചാലകശക്തിയായിട്ട് ഇംഗ്ലീഷ് സെക്ഷൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വല്ലൂരാനച്ചൻ്റെ പൗരോഹിത്യ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ സമന്വയം കൂടിയാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വരണം. നമ്മുടെ ഈ ധ്യാനകേന്ദ്രത്തെപ്പറ്റി നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ ഈ ധ്യാനകേന്ദ്രം ചെയ്യുന്ന നന്മകൾ നമ്മൾ എടുത്തു കാണിക്കാനും മറക്കരുത്. കാരണം ഒരു കാലഘട്ടത്തിൽ ആത്മീയ ഉണർവേകി സമൂഹത്തെ ചേർത്ത് നിർത്തിയ, ഇന്ന് സമൂഹത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അകത്ത് തന്നെ നിരവധിയായിട്ടുള്ള രോഗികളുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആശ നശിച്ചവരെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ ഒക്കെ തന്നെ ഈ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആളുകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധ്യാനകേന്ദ്രം കൂടിയാണ് ഡിവൈൻ ധ്യാനകേന്ദ്രം. എല്ലാ ധ്യാനകേന്ദ്രങ്ങളുടെയും അമ്മയാണ് ഈ ഡിവൈൻ ധ്യാനകേന്ദ്രം എന്ന് പറയാം. തീർച്ചയായിട്ടും ഈ വരുന്ന 23-ാം തീയതി ഈ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടിയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രം ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാനച്ചൻ്റെ പൗരോഹിത്യ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് സെപ്റ്റംബർ 23 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും ഉച്ചതിരിഞ്ഞ് 2:30 പൊതുസമ്മേളനവും നടത്തപ്പെടുന്നു. ചടങ്ങിൽ 50 നിർധന കുടുംബങ്ങൾക്ക് ഡിവൈൻ ധ്യാനകേന്ദ്രം സ്ഥലവും വീടും കൈമാറുന്ന രേഖാസമർപ്പണവും 1500 നിർധന കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൗജന്യമായി പരിപാലിക്കുന്ന 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25-ാം വാർഷികാഘോഷവും 100 കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും ശിലാഫലക അനാച്ഛാദനവും റവറൻ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ വിസിയുടെ പൗരോഹിത്യ സുവർണ്ണ ജൂബിലി ആഘോഷവും ഡിവൈൻ ധ്യാനകേന്ദ്രം മലയാള വിഭാഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. കേരള ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു. പ്രസ്തുത യോഗത്തിൽ ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ, കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, രാജ്യസഭാ MP ജോസ് കെ മാണി, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, തൊടുപുഴ MLA PJ ജോസഫ്, തൃശൂർ MLA P ബാലചന്ദ്രൻ, അങ്കമാലി MLA റോജി M ജോൺ, പിറവം MLA അനൂപ് ജേക്കബ്, കടത്തുരുത്തി MLA മോൻസ് ജോസഫ്, പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ, CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, KSFE ഡയറക്ടർ ബോർഡ് അംഗം UP ജോസഫ്, മുൻ MLAയും മുൻ ചീഫ് വിപ്പുമായ തോമസ് ഉണ്ണിയാടൻ, ചാലക്കുടി നഗരസഭ മുൻ ചെയർമാൻ VO പൈലപ്പൻ, സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് തുടങ്ങി ആധ്യാത്മിക, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ധ്യാനകേന്ദ്രം അധികൃതർ അറിയിച്ചു. ഏതാണ്ട് 101 ആളുകൾക്ക് താമസിക്കുവാനുള്ള സൗകര്യം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. 101 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. ഈ 101 കുടുംബങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ധ്യാനമന്ദിരം തുടങ്ങിയതിന് ശേഷം താമസിക്കാൻ സ്ഥലമില്ലാതെ, എങ്ങും പോകാൻ നിവൃത്തിയില്ലാതെ ധ്യാനമന്ദിരത്തിൽ വന്നപ്പോൾ ആദ്യം ഞങ്ങൾ അവരെ ഈ ധ്യാനമന്ദിരത്തിൽ തന്നെയാണ് താമസിപ്പിച്ചത്. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി അങ്ങനെ 101 വീടുകളിലായിട്ട് അവർ പാർക്കാൻ ഇടയായിരിക്കുന്നത്. അത് അവരുടെയും കൂടെ സഹകരണം സ്വീകരിച്ചുകൊണ്ടാണ് ആ വീടുകളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് ആ സ്ഥലവും എല്ലാം അവരുടെ പേരിൽ തന്നെ അവർക്ക് നൽകുവാനായിട്ട് പോകുന്നു. അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത്. ഇപ്പോൾ ഈ ധ്യാനമന്ദിരത്തിനകത്ത് പല കാരണങ്ങളാൽ വീടുകളിലേക്ക് പോകാൻ പറ്റാതെ കഴിയുന്ന ആളുകളുണ്ട്. അതിൽ ഒരു കൂട്ടർ കടബാധ്യതയൊക്കെ വന്ന് എല്ലാം നഷ്ടപ്പെട്ടു വന്നിരിക്കുന്ന ആളുകളുണ്ട്. വേറൊരു കൂട്ടർ ഭർത്താവ് മദ്യപാനി ആയതുകൊണ്ട് വീട്ടിലുണ്ടായ വഴക്കിൻ്റെ വെളിച്ചത്തിൽ അടിച്ചോടിക്കപ്പെട്ട് അങ്ങനെ വന്നിരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമുണ്ട്. വേറൊരു തലത്തിൽ
വീട്ടിൽ തന്നെ മക്കൾ നോക്കാത്തതിൻ്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കന്മാരായി വന്നു നിൽക്കുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ ജയിലിലൊക്കെ പോയിട്ട് അവർക്ക് വീടുകളിലൊന്നും പ്രവേശനമില്ലാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ പേരിൽ അവർ ഇവിടെ അഭയം തേടിയിരിക്കുന്നവരുണ്ട്. പിന്നെ പല വിഭാഗത്തിൽപ്പെട്ട ഏതാണ്ട് 300ഓളം പേര് ഇവിടെ സ്ഥിരമായി ഈ ധ്യാന മന്ദിരത്തിനകത്ത് താമസിക്കുന്നുണ്ട്. അവരെ ഞങ്ങൾ അവർക്കാവശ്യമായ പ്രാർത്ഥനയും കൗൺസിലിങ്ങും എല്ലാം നൽകി, ഭക്ഷണവും നൽകി ഞങ്ങളവരെ സംരക്ഷിക്കുന്നു. ചിലർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട്. അച്ഛൻ്റെ 50 വർഷത്തെ പൗരോഹിത്യ ജൂബിലിക്ക് ഞങ്ങൾ ഏതാണ്ട് 50ഓളം കുടുംബങ്ങൾക്ക് അവരുടെ പേരിൽ വീടും സ്ഥലവും നൽകുന്ന പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു 50ഓളം കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, അവർക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീടുകളിൽ അവരെ നോക്കാനോ മറ്റു പലതരത്തിലോ സൗകര്യമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന 50ഓളം പേഷ്യൻസിനെ ഞങ്ങൾ നോക്കുവാനുള്ള ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്റർ ഈ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വെഞ്ചരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളത് തോമസ് എന്ന് പറഞ്ഞ ഒരു സഹോദരൻ കുക്കി ഭാഷയിലും അറബി ഭാഷയിലും ബൈബിള് ഓഡിയോ ആയിട്ട് ആളുകൾക്ക് ആവശ്യമുള്ള രീതിയിൽ എപ്പോൾ വേണമെങ്കിലും കേൾക്കാനും വായിക്കാനും തക്കവണ്ണം അതിൻ്റെ ആപ്പ് തയ്യാറാക്കുകയും അത് അച്ഛൻ്റെ ജോലിയോടനുബന്ധിച്ച് ആസ്വദിക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു കൃതജ്ഞതാ ദിനമായി 23-ാം തീയതി ധ്യാനമന്ദിരം ആഘോഷിക്കുകയാണ്. അച്ഛൻ്റെ സാമൂഹ്യ സേവന മേഖലകളെ പ്രതിദാനം ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു പൊതുസമ്മേളനമായതുകൊണ്ട് ആ പൊതുസമ്മേളനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ റവന്യൂ മന്ത്രി രാജു സാറും, അതുപോലെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും സന്നിഹിതരാണ്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഈ ധ്യാനമന്ദിരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ ആ മീറ്റിങ്ങിലും അന്നത്തെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്.